അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനവും എല്ലാ സൗകര്യവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർക്കിംഗ് സൗകര്യത്തിലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കടന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാം. നമ്മൾ ഒന്നാമത്തെ പ്രവേശന കവാടം കടന്ന് രണ്ടാമത്തെ പ്രവേശന കവാടത്തിന്, ആ കവാടത്തിന് തൊട്ടടുത്തായി കാണുന്ന വിശാലമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ 2 വീലറിൻ്റെ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 500-ലധികം ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ് നമ്മൾ 2 വീലറിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കവാടത്തിലൂടെ എൻട്രൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് പോവുക. നമ്മൾ മൂന്നാമത്തെ പ്രവേശന കവാടത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് നമ്മുടെ സ്റ്റേജും മറ്റു പരിസരങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർക്കിംഗ് വരുന്നത്, അതായത് കാറിൻ്റെയും മറ്റു കാര്യങ്ങൾ, ഓട്ടോറിക്ഷ തുടങ്ങിയിട്ടുള്ള പാർക്കിംഗ് സംവിധാനം വരുന്നത് നേരെ സ്റ്റേജിന് പുറകിലായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിനി ആ പാർക്കിംഗ് സ്ഥലത്തോട്ട് പോകും. നമ്മൾ മൂന്നാമത്തെ പ്രവേശന കവാടത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു. നമ്മളുടെ വേദിയുടെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വിശാലമായിട്ടുള്ള ബുക്ക് സ്റ്റോളുകളും അതുപോലെ തന്നെ ടീ സ്റ്റോളുകളും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് നസീർ വള്ളക്കോട് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വേദിയുടെയും മറ്റ് കണക്കനുസരിച്ച് ഏകദേശം എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് വികസിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ. നമ്മൾ ഉദ്ദേശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും യഥാർത്ഥത്തിൽ ഏകദേശം ഒരു 7000-ൽ പരം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 7000-ൽ പരം ആൾക്കാർ വന്നാൽ പോലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു പര്യാപ്തമായ രീതിയിലാണ് ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇതിൻ്റെ അലവലുകൾ എല്ലാ മണ്ഡലത്തിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ഇരിപ്പിടങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 100% അവർക്ക് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സ്ത്രീയുടേതായ രീതിയിൽ തന്നെയുള്ള ഇരിപ്പിടങ്ങളാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള പവലിയനും റെഡിയാണ്. അതേപോലെ തന്നെ അവർക്ക് ബാക്കിയുള്ള ബുക്ക് സ്റ്റാളുകളും എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. ആദ്യമായി പുരുഷന്മാർ കടന്നു വന്നാൽ ഏറ്റവും മുന്നിലേക്കായിരിക്കണം പോയിരിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ആദ്യം ഈ ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം പുരുഷന്മാർ വരുമ്പോൾ തന്നെ നേരെ പോയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർക്ക് ഇരിപ്പിടങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഇരിപ്പിടങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ പാർട്ടീഷനും നടക്കായിട്ടുണ്ട്. അതായത് നമ്മൾ വിവിധതരം സംവിധാനങ്ങളാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ജ്യൂസോ വെള്ളം കുടിക്കണോ എങ്കിൽ സ്റ്റാളുകൾ അതിന് വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകൾ, കാരണം അവർക്ക് ലഭ്യമല്ലാത്ത പല ബുക്കും ഇവിടെ വിസ്ഡം ബുക്സിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ രീതിയിലുള്ള പീസ് റേഡിയോ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മേഖലയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ വിവിധ സ്റ്റാളുകളിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാത്ത വിധം, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും തലവേനയോ കാര്യങ്ങളോ ഉണ്ടായാൽ തന്നെ അതിൻ്റെ മെഡിക്കൽ വിങ് അടക്കം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ പാർക്കിംഗ് സംവിധാനത്തിലേക്കാണ്. അതായത് നമ്മുടെ സ്റ്റേജിന് പുറകിലായിട്ടായി നമ്മുടെ അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേജിൻ്റെ സ്ഥലത്തോട്ടാണ് നമ്മൾ സ്റ്റേജിൻ്റെ പുറകിലോട്ടാണ് നമ്മൾ പോകുന്നത്, പാർക്കിംഗ് സംവിധാനത്തിലോട്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സ്റ്റേജിന്റെ പുറകുവശത്തായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യത്തിലേക്കാണ്. ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 200-ൽ-അധികം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മുച്ചക്ര വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷ, 50-ലധികം ഓട്ടോറിക്ഷകൾക്കുള്ള സ്പേസാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേജിന് പുറകിലേറ്റായി കടന്നു വന്നാൽ കൃത്യമായ വോളണ്ടിയർമാർ, അതിൻ്റെ ട്രാഫിക് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് അതിൻ്റെ കൃത്യമായ ദിശകൾ പകർന്നു നൽകുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ പുറകിലെ ഈ ട്രാഫിക്കിൻ്റെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ സംവിധാനത്തിൻ്റെ നേരെ പുറകിലോട്ടായിരിക്കും നമ്മളുടെ നമസ്കാര സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പുറകിലായിട്ട് കാണുന്ന ഇന്റർലോക്ക് പാകിയിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മുടെ നമസ്കാര സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പാർട്ടീഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു നമസ്കാരം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം നമുക്ക് 5000-ഓളം ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ഈ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമസ്കാര സൗകര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ 2 വശത്തായിട്ട്, നമ്മുടെ ഈ പുറകിൽ കാണുന്ന തെങ്ങിന്റെ 2 വശത്തായിട്ടായിരിക്കും നമ്മുടെ ഉദുവിന്റെ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു സമയം തന്നെ 50-60 ആൾക്കാർക്ക് നിന്ന് ഉദു എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഉദുവിന്റെ ഹൗദ് പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്ങിന്റെയും നമസ്കാരത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. നമ്മളിതാ ഇവിടെ ഇപ്പോ വേദിയിലാണ് ഉള്ളത്. പുത്രിക്കണ്ട മൈതാനത്തിന്റെ മഹത്തായ വലിയൊരു വേദിയിലാണ് നമ്മളുള്ളത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറഞ്ഞ സമയങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
പ്രോഗ്രാം വളരെ വിശാലമായ ഈ ഒരു മൈതാനത്ത് 10,000-കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുത്തിയ വേദിയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇൻഷാ അല്ലാഹ് ബഹുമാനായ ഹുസൈൻ സലഫി മുഖ്യ പ്രഭാഷണം നടത്തും. മുജാഹിദ് ബാലുശ്ശേരിയുടെ ആദ്യ സംസാരത്തോടു കൂടിയായിരിക്കും നമ്മുടെ പ്രോഗ്രാം നമ്മളിവിടെ ആരംഭിക്കുക. അതുപോലെ തന്നെ ദാഹം അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളിൽ വ്യത്യസ്തമായ മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് അതിന്റെ പരിഹാര മാർഗങ്ങളാണ് വിശ്വാസ വിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ വളരെ പൂർണ്ണമായും പ്രോഗ്രാം കൃത്യം 4:10 നമ്മുടെ ജമാഅത്തോടു കൂടി നമ്മൾ ആരംഭിച്ച്, അസർ ജമാഅത്തോടു കൂടി നമ്മൾ ആരംഭിച്ച് നമ്മുടെ പ്രോഗ്രാം രാത്രിയിൽ ഹുസൈൻ സലഫിയുടെ സമാപന സംസാരത്തോടു കൂടിയായിരിക്കും നമ്മൾ അവസാനിപ്പിക്കുക. ഇവിടെ വ്യത്യസ്ത വിഷയങ്ങളിൽ TK അഷ്റഫ്, മുജാഹിദ് ബാലുശ്ശേരി, PN അബ്ദുൽ ലത്തീഫ് മദനി, സലഫി തുടങ്ങി അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, ബഹുമാനായ തൊഴിൽ വിദ്യാഭ്യാസ മിനിസ്റ്റർ വി ശിവൻകുട്ടി അവർകൾ, അതുപോലെ തന്നെ മുൻ MP മുരളീധരൻ സാർ, അങ്ങനെ തുടങ്ങി രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം സംവദിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഈ വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന ഫാമിലി കോൺഫറൻസിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്കും നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരും കൃത്യസമയത്ത് 4:10 നമ്മുടെ ജമാഅത്തിന് എത്തിച്ചേരണമെന്ന് ഈ ഒരു അവസരത്തിൽ ചേർക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വിസ്ഡമൊരുക്കും കുടുംബ